ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 27ാമത്തെ ദശകം സമ്പൂർണ്ണ പാരായണം ചെയ്ത് ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുവാനുള്ള ഒരു സമയമാണ്. നമുക്ക് ഭഗവാൻ അവിടുത്തെ കാരുണ്യം നമ്മളിലും ചൊരിയട്ടെ, വേണ്ട വിധത്തിൽ അത് പാരായണം ചെയ്ത് സമർപ്പിക്കുന്നതിന് എന്ന് ഭഗവാനോട് അപേക്ഷിച്ചുകൊണ്ട് നമുക്കും അത് പാരായണം ചെയ്യാം. ദശകം 27 പാലാഴി മഥനവും ഭഗവാന്റെ കൂർമാവതാരവും. ദുർവാസാസുരവനിതാപ്തദിവ്യമാല്യം ശക്രായ സ്വയമുപദായ തത്ര ഭൂയഃ നാഗേന്ദ്രപ്രതിമൃതിദേശശാപശക്രം കാക്ഷാന്തിസ്ത്വദിതരദേവതാംശജാനാം ശാപേന പ്രഥിതജരേധ നിർജരേന്ദ്രേ ദേവേഷ്വപ്യസുരജിതേഷു നിഷ്പ്രഭേഷു ശർവാദ്യാഃ കമലജമേത്യ സർവദേവാ നിർവാണപ്രഭവസമം ഭവന്തമാപുഃ ബ്രഹ്മാദ്യൈസ്തുതമഹിമാചിരം തദാനീം പ്രാദുഷ്യൻ വരദപുരഃ പരേണ ധാംനാ ഹേ ദേവാദിതിജകുലൈർവിധായ സന്ധിം പീയൂഷം പരിമഥതേതി പര്യശാസ്ത്വം സന്ധാനം കൃതവതി ദാനവൈസ്സുരൗഖേ മന്ധാനം നയതി മദേന മന്ദരാദ്രിം ഭ്രഷ്ടേസ്മിൻ ബദരമിവോദ്വഹൻ ഖഗേന്ദ്രേ സദ്യസ്ത്വം വിനിഹിതവാൻ പയഃ പയോധൗ ആധായ ദ്രുതമഥ വാസുകിം വരത്രാം പാഥോധൗ വിനിഹിത സർവബീജജാലേ പ്രാരബ്ധേ മഥനവിധൗ സുരാസുരൈസ്തൈർ വ്യാജാത്വം ഭുജഗമുഖേ കരോസുരാരീൻ ക്ഷുബ്ധാദ്രൗക്ഷുഭിതജലോദരേ തദാനീം ദുഗ്ധാബ്ധൗ ഗുരുതരഭാരതോ നിമഗ്നേ ദേവേഷു വ്യഥിതതമേഷു തത്പ്രിയൈഷീ പ്രാണൈഷീ കമഠതനും കഠോരപൃഷ്ഠാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. വജ്രാതിസ്ഥിരതരകർപ്പരേണ വിഷ്ണു വിസ്താരാൽ പരിഗതലക്ഷയോജനേന അംഭോധേഃ കുഹരഗതേന വർഷ്മണാത്വം നിർമ്മഗ്നം ക്ഷിതിധരനാഥമുന്നിനേഥ ഉന്മഗ്നേ ഝടിതി തദാധരാധരേന്ദ്രേ നിർമേധുർദൃഢമിഹ സമ്മദേന സർവേ ആവിശ്യദ്വിതയഗണേപി സർപ്പരാജേ വൈവശ്യം പരിശമയന്നവീവൃതസ്താൻ ഉദ്ദാമഭ്രമണജവോന്നമദ്ഗിരീന്ദ്രന്യസ്തൈകസ്ഥിരതരഹസ്തപങ്കജം ത്വാം അഭ്രാന്തേ വിധിഗിരിശാദയഃ പ്രമോദാദുത്ഭ്രാന്താനുനുവുരുവാത്തപുഷ്പവർഷാ ദൈത്യൗഖേ ഭുജഗമുഖാനിലേന തപ്തേ തേനൈവ ത്രിദശകുലേപി കിഞ്ചിദാർത്തേ കാരുണ്യാത്തവ കില ദേവവാരിവാഹാഃ പ്രാവർഷന്നമരഗണാന്ന ദൈത്യസംഘാൻ ഉത്ഭ്രാമ്യദ്ബഹുതിമി നക്രചക്രവാളേ തത്രാബ്ധൗ ചിരമധിതേപി നിർവികാരേ ഏകസ്ത്വം കരയുഗകൃഷ്ടസർപ്പരാജः സംരാജൻ പവനപുരേശ പാഹി രോഗാൽ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ.
ഹരേ കൃഷ്ണ. ഇവിടെ ഈ പാലാഴി മഥനം എന്ന കഥ പ്രതീകാത്മകമാണ് എന്ന് നമുക്ക് കാണാം. കാരണം ഈ ദേവന്മാരും അസുരന്മാരും, ദേവന്മാർക്ക് പെട്ടെന്ന് ജര ബാധിക്കുന്നു, പിന്നീട് അസുരന്മാരുമായി ചേർന്ന് മഥനം ചെയ്യേണ്ടി വരുന്നു ഭഗവാന്റെ നിശ്ചയപ്രകാരം തുടങ്ങിയുള്ള കഥകൾ നമ്മൾ കാണുമ്പോൾ പാലാഴി എന്ന് പറയുന്നത് അത്യന്തം സംശുദ്ധമായ ഒരിടമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഭഗവാൻ വാഴുന്ന സ്ഥലമാണ്. നോക്കൂ, ഭഗവാൻ നമ്മുടെ ഓരോരുത്തരുടെയും ചിത്തത്തിലാണ് കുടികൊള്ളുന്നത്. ആ ചിത്തം അത്യന്തം പരിശുദ്ധമാണ്. അതിനെ മലീമസപ്പെടുത്തുന്നത് നമ്മുടെ വികാര വിചാരങ്ങളാണ് അല്ലേ. നമ്മളൊരു തൂവെള്ള പേപ്പറിൽ, ഒന്നും എഴുതാത്ത ഒരു പ്ലെയിൻ വൈറ്റ് പേപ്പറിൽ നമ്മൾ എന്തൊക്കെയാണോ അവിടെ കോറിയിടുന്നത്, നമ്മൾ എന്തൊക്കെയാണോ അവിടെ എഴുതി ചേർക്കുന്നത്, അതാണ് പിന്നെ അതിൻ്റെ മുഖമുദ്രയായി മാറുന്നത്. ഇതേപോലെ അത്യന്തം സംശുദ്ധമായ അനന്തമായ ചിത്താകാശത്തിൽ നമ്മൾ നിറച്ചു വച്ചിരിക്കുകയാണ് നമ്മുടേതായ ശരികളെന്ന് നമ്മൾ കരുതുന്ന ചിന്തകളും വികാരങ്ങളുമൊക്കെ. അവിടെ ദേവന്മാരും അസുരന്മാരും ഏറ്റുമുട്ടുന്നു, അല്ലെങ്കിൽ ദേവാസുരന്മാർ ഒരു മാത്സര്യ ബുദ്ധിയോടുകൂടി അവിടെ കടയുന്നു എന്ന് പറയുമ്പോൾ ഈ ചിത്തത്തിൽ നമ്മുടെ ഉള്ളിൽ നിത്യവും ഓരോ നിമിഷവും മഥനം നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. ധർമാധർമ്മങ്ങൾ തമ്മിലുള്ള ഒരു മഥനം. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും നമുക്ക് ഇത് ധർമ്മമാണോ, ഇത് അധർമ്മമാണോ, ഇങ്ങനെ ഞാൻ ചെയ്യാൻ പാടുണ്ടോ തുടങ്ങി പലതരത്തിലുള്ള വികാര വിചാരങ്ങൾ നമ്മളെ അവിടെ മഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അവിടെയാണ് ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് ഭഗവാൻ ഓരോ ഘട്ടത്തിലും, ഇവിടെ ദേവന്മാരെ ഓരോ ശ്ലോകത്തിലും നമ്മൾ കണ്ടു ഭഗവാന്റെ കാരുണ്യം. ഇതുപോലെ ഓരോ ഘട്ടത്തിലും ഓരോ നിമിഷവും ഭഗവാൻ, കാരുണ്യസ്വരൂപനായിട്ടുള്ള ഭഗവാൻ നമ്മളെ അങ്ങനെ ധർമ്മത്തിൻ്റെ പാതയിലൂടെ, അല്ലെങ്കിൽ നമുക്കെന്താണോ നല്ലത് അത് നന്നായി അറിയുന്ന ഭഗവാൻ നമ്മളെ ആ വഴിക്ക് നയിക്കുവാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനു വേണ്ട കളമൊരുക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളല്ല ഭഗവാൻ നോക്കുന്നത്. നമുക്കിഷ്ടമുള്ളത് ചിലപ്പോൾ നാളെ നമുക്ക് ദോഷങ്ങൾ വരുത്തുമെന്നറിയുന്ന ഭഗവാൻ നമ്മളിൽ നിന്ന് അവയെയൊക്കെ എന്നേക്കുമായി ദൂരെ നിർത്തുമ്പോൾ ഭഗവാൻ നമ്മുടെ നല്ലതിന് വേണ്ടി, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഭഗവാൻ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഒരുപാട് കാരുണ്യങ്ങൾ നമുക്ക് ചെയ്യുന്നുണ്ട് എന്നറിയുക. നമുക്ക് വേണ്ടി നമ്മളൊക്കെ കരുതി വെക്കുന്നതിലും എത്രയോ കൂടുതൽ ആ സർവശക്തനായ ഭഗവാൻ നമുക്ക് വേണ്ടി കരുതുന്നുണ്ട് എന്നറിയുക. ഇത് നന്നായിട്ട് നമുക്ക് കാണിച്ചു തരുന്നതാണ് ഈ പാലാഴി മഥനം. അപ്പോൾ നോക്കൂ, പാലാഴി നന്നായി മഥനം ചെയ്തതിന് ശേഷം നോക്കൂ, ഇത്രയേറെ ആ ദേവന്മാരും അസുരന്മാരും കടഞ്ഞിട്ടും അമൃതം വന്നില്ല എന്ന് പറയുമ്പോൾ ഭഗവാൻ തന്നെ സ്വയം അത് ഏറ്റെടുക്കുകയാണ്. ഇത് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കാര്യമാണ്. ദുഃഖവും സുഖവും, പ്രത്യേകിച്ചും വല്ലാതെ ദുഃഖങ്ങൾ നമ്മളെ ഇട്ട് കടഞ്ഞ് എടുക്കാറുണ്ട്. എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ ഈ അമൃതത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഈശ്വരാംശത്തെ വെണ്ണ പോലെ നന്നായി അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊക്കെ ഒരു ദുഃഖം വന്നാൽ മാത്രമേ, ആ ദുഃഖത്തിന് ആക്കം കൂടുമ്പോൾ ഈശ്വരനിലേക്കുള്ള നമ്മുടെ സമർപ്പണ ബുദ്ധിക്ക് ആ ഒരു ശക്തി കൂടും, ഉറപ്പ് കൂടും. തൈര് നന്നായി കടയുമ്പോൾ മാത്രമേ അതിൽ നിന്നും വെണ്ണ വരുന്നുള്ളൂ അല്ലേ. ഒരിക്കൽ ആ വെണ്ണ പുറത്തേക്ക് വന്നാൽ വീണ്ടും അത് തൈരിലിട്ടാലും തൈരിനോട് അത് ചേർന്ന് പോവില്ല. അത് തൈരിൻ്റെ ഉള്ളിലിരിക്കുമ്പോഴും തൈരിൽ നിന്നും വേറിട്ടത് നിൽക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഈശ്വരീയതയെ, ഭഗവത് വിചാരത്തെ ആ തൈരിൽ നിന്നും, നമ്മുടെ പലവിധ വികാര വിചാരങ്ങളിൽ നിന്നും കടഞ്ഞെടുത്ത് അതിനെ സംശുദ്ധമായ വെണ്ണയാക്കി ഭഗവാൻ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ദുഃഖങ്ങളിലിട്ട് നമ്മളെ കടയുന്നത്.
ആ ദുഃഖക്കടലിൽ കിടന്ന് മഥിക്കപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈശ്വര ചിന്ത അത് ദൃഢമായി മാറും. ആ ഈശ്വരനാകുന്ന അമൃതിനെ പുറത്തെടുക്കാൻ ആ വെണ്ണയെ അവിടെ നിർമ്മലമായിട്ടുള്ള ആ വെണ്ണ പുറത്തേക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെയൊരു ലീലയാടുന്നത്. നമ്മുടെ ഉള്ളിലെ നമ്മുടെ ശക്തിയെ, നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ആ ചൈതന്യത്തെ ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളെ ഇതുപോലെയുള്ള ദുഃഖസാഗരത്തിലൊക്കെ ഇട്ട് മഥനം ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു 27ാമത്തെ ദശകത്തിൻ്റെ ഫലപ്രാപ്തിയായിട്ട് ഗുരുക്കന്മാർ പറയാറുള്ളത് ഉദ്ദിഷ്ട ഫലസിദ്ധിയാണ്. ഇവിടെയും നോക്കൂ, എന്താണോ ദേവന്മാർ ആഗ്രഹിച്ചു വന്നത് അതിലേക്ക് ഭഗവാൻ കൊണ്ടെത്തിക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഭഗവാൻ അതിന് തെളിഞ്ഞും മറഞ്ഞുമൊക്കെ ഭഗവാൻ അങ്ങനെ അതിനു വേണ്ട എല്ലാ പിന്തുണയും കൊടുത്തുകൊണ്ട്, എല്ലാ സഹായവും ചെയ്തുകൊണ്ട് ഭഗവാൻ അങ്ങനെ ഓരോ ഘട്ടങ്ങളിലും അവരോടൊപ്പം നിൽക്കുന്നത് നമുക്ക് കാണാം. ഇതുപോലെ ഭഗവാൻ നമ്മളോടുമൊപ്പം ഓരോ ഘട്ടത്തിലും ഈ ജീവിതയാത്രയിൽ ഉണ്ടെന്നറിയുക. ആ വിശ്വാസം ഉറച്ചു വന്നാൽ ഭഗവാനെ എല്ലാ മഥനവും, ഉള്ളിൽ നടക്കുന്ന എല്ലാ മഥനവും അടങ്ങും. അതിൽ നിന്നും ശുദ്ധമായ വെണ്ണ അമൃതം പോലെ പൊങ്ങി വരും. ആ ഈശ്വരനാകുന്ന ശക്തിയുടെ മഹത്വം നന്നായിട്ട് ഉള്ളിൽ ഉറയ്ക്കുകയും ചെയ്യും. പിന്നെ അതിന് ഇളക്കം വരില്ല. എവിടെ കൊണ്ടിട്ടാലും, വെണ്ണ വീണ്ടും തൈരിലിട്ടാലും അതിനോട് ചേർന്ന് പോകാത്തതുപോലെ പിന്നീട് ആ ചിത്തത്തിനെ നമ്മൾ ഏത് ദുർഗന്ധം നിറഞ്ഞ, മാലിന്യം നിറഞ്ഞ എവിടെ കൊണ്ടിട്ടാലും അത് സംശുദ്ധമായി തന്നെ നിലനിൽക്കും. ഭഗവാൻ അതിനുള്ള കാരുണ്യം നമ്മളിൽ ഓരോരുത്തരിലും ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാൻ ഇന്ന് പറയിപ്പിച്ച ഓരോ വാക്കും ഈ സമ്പൂർണവും അവിടുത്തെ ആ പാദാരവിന്ദങ്ങളിൽ അർച്ചനാപുഷ്പങ്ങളായി സമർപ്പിച്ചു കൊള്ളട്ടെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ.